ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ചിക്കൻ കറി. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ഉണ്ടാക്കണേ. അപ്പം പിന്നെ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി തുടങ്ങി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉലുവ ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉലുവ ഇടാറുണ്ട്. ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്കിനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് അരിഞ്ഞെടുത്താണ്. നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് പാടിക്കും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ സവാള വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്. ഞാനെല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. ഓൾറെഡി ചിക്കനിൽ മസാലസ് ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട്. അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി ഈ ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് മസാല പെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉള്ളിയുടെ മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ മസാല വെട്ടി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ചിക്കനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ചിക്കൻ മസാലയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ½ hour മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. മസാല എല്ലാം ചിക്കനിനകത്തോട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ചിക്കനിനകത്തോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്, അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് എല്ലാ മസാലയും ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 minutes വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് കുറുകി
സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ചേർത്ത് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ റീസൻസ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് ചെറിയൊരു മധുരം വരും, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡിയായി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നടക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.